സർ, കൊച്ചിയിൽ ഞാനൊരു ഫ്ലാറ്റ് ലോങ് ടൈമിൽ ബുക്ക് ചെയ്ത് അത് കംപ്ലീറ്റ് ആയതിനു ശേഷം വിൽക്കുന്നതാണോ നല്ലത്, അതോ കുറച്ച് നാൾ ഹോൾഡ് ചെയ്തതിന് ശേഷം വിൽക്കുന്നതാണോ എനിക്ക് പ്രോഫിറ്റബിൾ ആയിട്ട് വരുന്നത്? സാധാരണഗതിയിൽ ലോഞ്ച് ടൈമിൽ വാങ്ങിക്കുന്ന പ്രോപ്പർട്ടിക്ക് അല്ലെങ്കിൽ ഒരു വീടിനോ ഫ്ലാറ്റിനോ ഓൺ കംപ്ലീഷൻ ഒരു 20% മുകളിൽ അപ്രിസിയേഷൻ ഉണ്ടാവും. അപ്പോൾ ആ സമയത്ത് വിൽക്കുന്നത് കൊണ്ട് നമുക്ക് ന്യായമായിട്ടുള്ളൊരു പ്രോഫിറ്റ് അവിടെ കിട്ടുന്നുണ്ട്. പക്ഷേ ഇത് നമ്മൾ ഒരു 3 മുതൽ 5 വർഷം വരെയുള്ള ഒരു സമയം കൂടി ഇത് ഹോൾഡ് ചെയ്യുവാണ് എന്നുണ്ടെങ്കിൽ 2-3 കാര്യങ്ങളാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്ന്, കൃത്യമായിട്ട് ഒരു സിസ്റ്റം അവിടെ ഡെവലപ്പ് ചെയ്തതിന് ശേഷമാണ് എന്നുണ്ടെങ്കിൽ പല ആളുകളുടെയും പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കംപ്ലീഷൻ എന്നുള്ളതിൻ്റെ അപ്പുറത്തേക്ക് അവിടെ എത്ര ആളുകൾ താമസിക്കുന്നുണ്ട്, അവിടെ കൃത്യമായിട്ടൊരു സിസ്റ്റം ഉണ്ടോ, അതായത് ഒരു അസോസിയേഷനൊക്കെ ഫോം ചെയ്ത് അവർ കൃത്യമായിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ടോ, ഈ കാര്യങ്ങളും കൂടി നോക്കിയിട്ടാണ് ഒരു പ്രോപ്പർട്ടിയുടെ വാല്യൂ അതിൻ്റെ ഏറ്റവും ഉയർന്ന മൂല്യത്തിലേക്ക് എത്തുന്നത്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ നമ്മളൊരു 3 വർഷം അവിടെ ഇത് ഹോൾഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഈ 3 വർഷത്തെ നമ്മൾ താമസിക്കുന്നില്ലെങ്കിൽ നമുക്ക് ഈ കൂടി അതിൻ്റെ നമുക്ക് റെൻ്റൽ റിട്ടേൺസ് ഒരു ആഡഡ് ബെനിഫിറ്റാണ്. രണ്ടാമത്, ഈ ഒരു 3 വർഷം കൊണ്ട് ഇതിന് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് അതിൻ്റെ ഏറ്റവും ഉയർന്ന നിലയിലായിരിക്കും. മറ്റൊരു കാര്യം എന്ന് വെച്ചാൽ നമ്മൾ വിൽക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ഫ്ലാറ്റും അല്ലെങ്കിൽ ഒരു പ്രോപ്പർട്ടിയും നമ്മളൊരു 5 വർഷത്തിനപ്പോഴത്തേക്ക് നമ്മൾ ഹോൾഡ് ചെയ്യരുത്. 5 വർഷത്തിനുള്ളിൽ ഇത് വിറ്റ് നമ്മൾ ഇതിൻ്റെ റിട്ടേൺസ് എടുത്തോളണം. അപ്പോൾ ഈ 5ാമത്തെ വർഷമൊക്കെ ആകുമ്പോഴായിരിക്കും അതിൻ്റെ ഏറ്റവും പീക്കിലെത്തുക. ഈ ബിൽഡറിനാണോ രജിസ്ട്രേഷൻ കിട്ടുന്നത്?